അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ മുകൾ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കുഴിച്ച് ചെത്തിയെടുക്കാം. അപ്പോൾ മെഴുകുതിരി വെച്ചുള്ള ടിപ്പുകളാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഇതേപോലെ സവാളയുടെ മുകൾ ഭാഗം കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സവാളയുടെ ബാക്ക് ഭാഗം ഇതേപോലെ കുറച്ച് മുറിച്ചങ്ങ് മാറ്റാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെഴുകുതിരി വെക്കാനുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു സവാള ഇതേപോലെ അതുകൊണ്ട് പകുതി വെച്ച് മുറിച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ ആദ്യത്തെ ഒരു സവാളയുടെ ആ മുകൾ ഭാഗം കുഴിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സവാളയുടെ നല്ല പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഗ്രാമ്പു കുത്തി കൊടുക്കാം കേട്ടോ. ഒരു 4 ഗ്രാമ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് 5ഓ 10ഓ എത്ര വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ട ഇതേപോലെ ഈർക്കിൽ വേണം കേട്ടോ. ചൂലിൻ്റെ ഈർക്കിലോ ഏതെങ്കിലും ഒരു ചെറിയ ഇതേപോലത്തെ കമ്പ് നമുക്ക് മുറിച്ചെടുക്കാം. 4 കമ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഒരേ ലെവലിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് മറ്റേ സവാള ഇതിൻ്റെ മുകളിലോട്ട് കമത്താനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മെഴുകുതിരി കത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കുന്നത് കൊണ്ട് കൊതുക് ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ. രാത്രി നമ്മൾ ഇതേപോലെ കത്തിച്ച് നമ്മുടെ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കൊതുക് ശല്യം ഇല്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റും. ഇതിപ്പോൾ എന്താണ് മെഴുകുതിരി ഈ രീതിയിൽ കത്തിച്ച് വെക്കുകയോ അതല്ല എങ്കിൽ നമുക്ക് മെഴുകുതിരി അതിനകത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ തീപ്പെട്ടി കത്തിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ? അപ്പം നല്ലൊരു വെട്ടവും കൂടെയാണ്. രാത്രി ലൈറ്റൊക്കെ അണച്ചതിന് ശേഷം മുറിയിൽ നല്ലൊരു വെട്ടമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ മണവും സവാളയുടെ മണവും സ്മെല്ലും ഒക്കെ അടിച്ചിട്ട് കൊതുക് ശല്യം ഒന്നും കാണത്തില്ല കേട്ടോ. സവാളയ്ക്ക് ഭയങ്കര ഒരു എരിഞ്ഞ സ്മെല്ല് വരും ഇത് പതുക്കെ ഇരുന്ന് കത്തുമ്പോഴത്തേനും. ഇപ്പം മെഴുകുതിരിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് കമ്പ് മേളിലോട്ട് ആക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയ മെഴുകുതിരി കത്തി കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഉണ്ടോ? ഈ രീതിയിൽ കത്തിച്ചെടുക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ മെഴുകുതിരിയും സോപ്പുമാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ നമ്മുടെ പഴയ ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് മെഴുകുതിരിയും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സോപ്പും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഏത് സോപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേന് ചെറിയതായിട്ട് വരും കേട്ടോ, പൊടിയായിട്ട്. അപ്പോൾ ഇതേപോലെ കത്തി വെച്ച് വേണേലും ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് സോപ്പ് കത്തി വെച്ച് ആക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് മെഴുകുതിരി മതി. അതുകൊണ്ട് എത്ര മാത്രം മതി. സോപ്പ് ഏതാണേലും കുഴപ്പമില്ല, കുറച്ച് മാത്രം മതി. ഇതിപ്പോൾ മെഴുകുതിരി മാത്രമാണ്. ഇനി നമുക്ക് സോപ്പ് ഇതേപോലെ ഒന്ന് കത്തി വെച്ച് മുറിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നാക്കിയെടുത്താൽ പെട്ടെന്ന് ചീകി കിട്ടും. അപ്പം ഇത് എലിയുടെ വയറ്റിൽ പോയാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം മെഴുകുതിരിയും സോപ്പും കൂടെ ചെല്ലുമ്പോഴത്തേന് തന്നെയും ഇത് വെപ്രാളം പിടിച്ചിട്ട് അത് ഓടും കേട്ടോ. ഇനി ഇത് നമുക്ക് മാവ് ചപ്പാത്തി രൂപത്തിൽ നാക്കിയെടുക്കാം. കുറച്ച് ഗോതമ്പ് പൊടി. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയി കാണുക. എലിയെ നമുക്ക് എങ്ങനെ തുരത്താമെന്നുള്ള അടിപൊളി ടിപ്പാണത്. അപ്പോൾ അതാണ് ഇത് ഞാൻ പെട്ടെന്ന് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ചെറിയ ഓരോ ഉണ്ടാക്കി എടുക്കുക. കാരണം എലിക്ക് ഒരിക്കലും വലിയ ഉരുള വെച്ച് കൊടുക്കരുത്. കാരണം അത് കഴിച്ചിട്ട് അതിൻ്റെ ഫില്ലിങ് പൊട്ടിച്ചിട്ട് അങ്ങ് പോകും. അതിൻ്റെ മുകൾ ഭാഗം കഴിച്ചിട്ട് അതിൻ്റെ ഫില്ലിങ് പൊട്ടിച്ചിട്ട് പോകും. ഇതാകുമ്പോഴത്തേന് അതെടുത്ത് വിഴുങ്ങും കേട്ടോ. ഇതേപോലെ തന്നെ എടുത്ത് വിഴുങ്ങും. അതേപോലെ ഇത് കഴിച്ചതിന് ശേഷം അത് പരവേശം പിടിച്ച് ഇവിടുന്ന് ഓടിക്കോളും. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് എവിടെയെങ്കിലും ചെന്നത് വെള്ളം കുടിക്കുമ്പോഴത്തേന് അതിൻ്റെ വയറ് കംപ്ലൈൻ്റ് ആയിട്ട് അത് ചത്തു പോയിക്കോളും കേട്ടോ. പിന്നെ തിരിച്ച് വരില്ല. നമുക്ക് എലി ശല്യം അങ്ങനെ ഇല്ലാതാക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മെഴുകുതിരി വെച്ച് നമുക്ക് എലിയെ എല്ലാം തുരത്താമെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്.